തെരുവുനായ ആക്രമണത്തിൽ പൊറുതിമുട്ടി കണ്ണൂർ നഗരം. 2 ദിവസത്തിനിടെ 72 പേർക്ക് തെരുവുനായ്ക്കളുടെ കടിയേറ്റു. തെരുവുനായ ആക്രമണം തടയാൻ കഴിയാത്തത് കോർപ്പറേഷന്റെ വീഴ്ചയാണെന്ന് ആരോപിച്ച് LDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. തെരുവുനായ ശല്യം തടയാൻ ജില്ലാ പഞ്ചായത്ത് പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്നാണ് കോർപ്പറേഷന്റെ മറുപടി. രണ്ട് വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ ഇന്ന് 16 പേർ തെരുവുനായ ആക്രമണത്തിനിരയായി. സ്റ്റേറ്റ് ബാങ്ക് പരിസരം, റെയിൽവേ സ്റ്റേഷൻ, പുതിയ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരുന്നതാണ്. കൊച്ചിന് ഒരു ടെസ്റ്റ് എഴുതാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. അവിടെ ഞങ്ങൾ ഓപ്പോസിറ്റായിട്ട് നടന്നു പോകുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വന്ന് പട്ടി സൈലൻ്റായിട്ട് വന്ന് കടിക്കുക ചെയ്ത്. A1 ഹോട്ടലിൻ്റെ ഫുട്പാത്തിൽ നിന്നൊരു നായി വരുന്നുണ്ട്. അപ്പം എന്നെക്കുള്ള വന്നു. അപ്പം ഞാൻ കുടയുണ്ടായിരുന്നു, കുടേനെ കൊണ്ട് അടിച്ചു. പക്ഷേ നായി വിട്ടില്ല, കടിച്ചു. ഞാൻ താഴെ വന്നു. ഇന്നലെ മുതൽ കടിക്കുന്നുണ്ട്. എന്നിട്ട് ഇതുവരെ ഈ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഇവർ സ്വീകരിച്ചിട്ടില്ല. ഇത് നായ്ക്കാവുന്ന വില കൂടുതൽ, മനുഷ്യനാവുന്ന വില കൂടുതൽ എന്നുള്ളത് ഇവരൊന്നും തീരുമാനിക്കട്ടെ. തെരുവുനായയുടെ കടിയേറ്റവരെല്ലാം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. പിന്നാലെ അലഞ്ഞു നടക്കുന്ന നായകളെ പിടികൂടാൻ ജില്ലാ പഞ്ചായത്ത് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ ABC കേന്ദ്രങ്ങൾ പൂട്ടിയതാണ് തെരുവുനായ്ക്കളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമെന്നാണ് കോർപ്പറേഷന്റെ ആരോപണം. അക്രമകാരികളെന്ന് സംശയിക്കുന്ന 3 നായ്ക്കളെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിനിടെ തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ കോർപ്പറേഷൻ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ച് LDF പ്രവർത്തകർ കൗൺസിൽ യോഗത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. അനത് ഫണ്ടില്ലേ, ഓൺ ഫണ്ടില്ലേ കോർപ്പറേഷന്? ജനങ്ങളുടെ നികുതി പണമല്ലേ അതിനകത്തുള്ളത്? ഈ കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭരണം? കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും പരസ്പരം പഴിചാരുമ്പോഴും നായപ്പേടിയിൽ വിറച്ചു നിൽക്കുകയാണ് കണ്ണൂർ നഗരം. അരുൺ പൂപ്പറമ്പ, 24 കണ്ണൂർ.